കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കുണ്ടാകുന്ന ദേഷ്യം, കോപം ഇത് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ അത് ദോഷകരമായി നമ്മെ ബാധിക്കുന്നു എന്നുള്ളതാണ് കണ്ടത്. ഈ ആഴ്ചയിൽ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് എങ്ങനെ പരിഹരിപ്പാൻ സാധിക്കും എന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യവും കൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം കിടന്നുറങ്ങാനായിട്ട് പോകരുത്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കണം, ദേഷ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നിങ്ങളുടെ ദേഷ്യവും കൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. അങ്ങനെ ദേഷ്യവും കൊണ്ട് ഉറങ്ങാനായിട്ട് പോയാൽ അത് ശാരീരികമായും മാനസികമായും ദോഷകരമായിട്ട് ഭവിക്കും. അതുകൊണ്ട് നമ്മളിതിനെ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, ദേഷ്യത്തിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്, എന്നിലെ ചിന്തയാണ്, ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ പറച്ചിലാണ് എനിക്ക് ദേഷ്യമുണ്ടാക്കിയത്. മറ്റൊരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വരാം, ചിലർ നിങ്ങളെ വിമർശിച്ചു എന്ന് വരാം. ഒരാൾ നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അപ്പോൾ എന്താ പറയുന്നത്? കണ്ടോ, ഞാൻ മോശമായിപ്പോയി, എല്ലാവരുടെയും മുൻപിൽ ഞാൻ ചെറുതായിപ്പോയി, ഞാൻ നാണം കെട്ടുപോയി. ഞാൻ ചെറുതായിപ്പോയി, നാണം കെട്ടുപോയി, മോശമായിപ്പോയി എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും അപ്പോൾ ഉണ്ടാകും. മറ്റേ ആൾ നമ്മെ വിമർശിച്ച വിമർശനമല്ല നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത്. അവർ വിമർശിച്ചപ്പോൾ നമ്മളെ കണ്ട രീതി, അതാണ് നമുക്ക് ദേഷ്യം തരുന്നത്. ഒരു സംഭവമോ ഒരനുഭവമോ മറ്റൊരാൾക്കോ നമ്മളെ ദേഷ്യപ്പെടുത്താനൊക്കത്തില്ല. ഈ സംഭവങ്ങളോ അനുഭവങ്ങളോ ഉണ്ടാകുമ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ എങ്ങനെ കാണുന്നു, ആ കാഴ്ചപ്പാടാണ് നമുക്ക് ദേഷ്യം തരുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ ഒരു മാറ്റമുണ്ടാക്കിയാൽ നമ്മുടെ ദേഷ്യത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നാമത്, own up the responsibility of your anger. എൻ്റെ ദേഷ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കണം. അതാണ് ആദ്യത്തെ പടി. ഇതോടെ ചേർന്ന് മറ്റൊരു പടി കൂടെ ഉണ്ട്. അതായത്, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയണം, അഥവാ ഞാൻ എൻ്റെ ദേഷ്യത്തെക്കുറിച്ച് അവെയറാകണം. പലരും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എന്താ നിങ്ങൾ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, ആര് ദേഷ്യപ്പെട്ടു, ആര് പറഞ്ഞെനിക്ക് ദേഷ്യമുണ്ടെന്ന്? ദേഷ്യമുണ്ടെങ്കിലും അതിനെ അംഗീകരിപ്പാൻ പലരും തയ്യാറല്ല. അത് അപകടകരമാണ്. നമുക്ക് ദേഷ്യമുള്ളപ്പോൾ എനിക്കിപ്പോൾ ദേഷ്യമുണ്ട്, എന്നിലിപ്പോൾ ദേഷ്യഭാവമുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ അവെയറാകണം. ആ അവെയർനെസ്സോടുകൂടെയാണ് ദേഷ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. 2, ആരോഗ്യപരമായ രീതിയിൽ ഇത് നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കണം. ആരോഗ്യപരമായ രീതിയിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പല മെത്തേഡുകളുണ്ട്. അനാരോഗ്യപരമായ രീതിയിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് നമുക്കറിയാം. ദേഷ്യം വരുമ്പോൾ വല്ലതും വലിച്ചെറിയും, അതങ്ങ് പൊട്ടിപ്പോകും, അത്രയും നഷ്ടം നമുക്കുണ്ടാകും. പക്ഷെ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ കുറേ കുറഞ്ഞെന്ന് വരാം. കയ്യിൽ കിട്ടിയത് എന്തെങ്കിലും എടുത്ത് നിലത്തിട്ട് അടിക്കും, അതങ്ങ് നശിച്ചു പോയെന്ന് വരാം. എന്നാൽ ആ സമയത്ത് നമ്മുടെ ദേഷ്യം അല്പം കുറഞ്ഞു എന്ന് വരാം. ഇതൊരു പ്രകടനമാണ്, ദേഷ്യത്തിൻ്റെ പ്രകടനമാണ്. അത് ആരോഗ്യപരമല്ല. കാരണം എന്താണെന്നറിയാവോ? ആ സാധനം പൊട്ടിപ്പോവും, ആ സാധനം നശിച്ചു പോവും. അതുകൊണ്ട് അത് ആരോഗ്യമല്ലെന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെയാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്? ഏറ്റവും നല്ല മെത്തേഡ്, ആരോട് ദേഷ്യമുണ്ടോ അവരോട് നമ്മൾ
നേരിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നാൽ ഇതാളും തരവും കണ്ടു വേണം ചെയ്യാൻ. ദേഷ്യത്തോടെ മറ്റൊരാൾ എന്നെ ദേഷ്യപ്പെടുത്തി എന്ന് ഞാൻ പറയുമ്പോൾ ആ ആൾ നമ്മളോടുള്ള ദേഷ്യം വർദ്ധിച്ചു എന്ന് വരാം അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനും ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ അവരോട് നമ്മൾ നേരിട്ട് പറയാവൂ നമ്മുടെ ദേഷ്യത്തെക്കുറിച്ച്. ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്തി എന്ന് പറയരുത്. അതിന് പകരം പറയേണ്ടത്, എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗാണ് പറയുന്നത്, മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയല്ല. നീ മുഖാന്തരമാ ഞാൻ ഈ അവസ്ഥയിലായത് എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുക, അതവർക്ക് കൂടുതൽ മുറിവുണ്ടാക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ് പറയണം. എനിക്കിപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ആ ദേഷ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. അങ്ങനെ നേരിട്ട് പറയാൻ ഒക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് പറയുകയാണെങ്കിൽ ആ ദേഷ്യം നമുക്കൊരു പരിധിവരെ പരിഹരിപ്പാൻ സാധിക്കും. എന്നാൽ എല്ലാ രംഗത്തും ഇത് നടക്കുകയില്ല. കാരണം ദേഷ്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ മറ്റേയാൾ സന്നദ്ധനായി എന്ന് വരത്തില്ല. അങ്ങനെയുള്ളിടത്ത് പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ ഒന്നുകിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ദേഷ്യം ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് വേണമെങ്കിൽ എഴുതാം. ആളിനോടുള്ള ദേഷ്യം മുഴുവൻ ഈ പേപ്പറിനകത്ത് എഴുതാം. അത് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ആ പേപ്പർ പക്ഷേ നിങ്ങളങ്ങ് വലിച്ചു കീറി കളയണം. അല്ലാതെ അത് കൈവച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒരു പേപ്പറിനകത്ത് ഈ ദേഷ്യത്തെക്കുറിച്ചെല്ലാം എഴുതുമ്പോൾ നമ്മുടെ ദേഷ്യം കുറേയൊക്കെ അവിടെ പ്രകടമാക്കി അത് പിന്നെ കീറി അങ്ങ് കളഞ്ഞേച്ചാൽ മതി. ഒരു പരിധി വരെ നമ്മുടെ ദേഷ്യം അതോടുകൂടി മാറി എന്ന് വരാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കുന്ന മറ്റൊരു മാർഗമുണ്ട്. നിങ്ങൾക്ക് ആരോട് ദേഷ്യമുണ്ടോ ആ ആളിനെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ ദേഷ്യം മുഴുവനും ആ ആളിനോട് പ്രകടിപ്പിക്കാം. അത് മറ്റൊരു മെത്തേഡാണ്. എന്നാൽ മറ്റൊരാളിനോട് നമ്മുടെ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രധാന കാര്യം അവിടെ ചെയ്യണം. അവരോട് പറയണം, ദേഷ്യം വഹിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് തന്നെ ദോഷമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ക്ഷമിപ്പാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം അവിടെ പോകും. ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു, ഇത് വഹിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് തന്നെ ദോഷമാണ് എന്ന് പറഞ്ഞാൽ മതി. ആ ദേഷ്യം അവിടെ പരിഹരിക്കപ്പെടും. അഥവാ അവരോട് ക്ഷമിച്ച് റിക്കൺസൈൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ദേഷ്യത്തിന് അവിടെ ഒരു ലെറ്റ് ഔട്ട് ഉണ്ടാകത്തുള്ളൂ, ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ചെയ്യാനൊക്കുന്ന ഒരു സംഗതി, നമ്മുടെ മനസ്സ് എത്ര ദേഷ്യത്തിൽ വിങ്ങിയിരുന്നാലും ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ മനസ്സിൻ്റെ ഈ ദേഷ്യഭാവം ദൈവത്തോടെ നമ്മളൊന്ന് പ്രകടിപ്പിക്കണം. ദേഷ്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ, ദൈവമേ എനിക്ക് തന്ന എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അത്ര ജെനുവിനല്ല. നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ദൈവത്തോട് പറയണം, എൻ്റെ മനസ്സ് വല്ലാതെ മഥിച്ചിരിക്കുക, എൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യമുണ്ട്, അത് ക്ഷമിപ്പാനുള്ള കൃപ എനിക്ക് തരണം. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദേഷ്യം നമ്മൾ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ ആ ദേഷ്യത്തിന് നല്ല ഒരു ശമനം നമ്മളിലുണ്ടാകും. നമുക്ക് ചിലപ്പോൾ ദൈവത്തോട് തന്നെ ദേഷ്യം തോന്നും, അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ദേഷ്യം തോന്നും. ദൈവത്തോട് ദേഷ്യം തോന്നുന്നത് അത്ര മോശമായ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ദൈവത്തോട് ദേഷ്യപ്പെട്ടാലും ദൈവം നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ദൈവമല്ല. നിങ്ങളുടെ ദേഷ്യത്തെ അറിയാവുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയേണ്ടപ്പോൾ പറയാം, ദൈവമേ എൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യം ഇപ്പോൾ തോന്നുന്നുണ്ട്,
അതിനെ കൈകാര്യം ചെയ്യുവാൻ എന്നെ സഹായിക്കണം. ഈ ദേഷ്യഭാവമുള്ള നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നിൻ്റെ ദേഷ്യത്തോടു കൂടെ തന്നെ നിന്നെ അംഗീകരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം എന്നെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മളെ ദേഷ്യഭാവത്തിന് വലിയ മാറ്റം ഉണ്ടാകും. ഒരു പ്രധാന സംഗതി നമ്മൾ ഓർത്തിരിക്കണം. ദേഷ്യം കളയുവാനായി ദേഷ്യത്തോടെ നമ്മൾ ഫൈറ്റ് ചെയ്യരുത്. എൻ്റെ ദേഷ്യം പോകട്ടെ, ഇന്നു മുതൽ ഞാൻ ദേഷ്യപ്പെടുകയില്ല, ഇനി മേലാൽ ദേഷ്യപ്പെടുകയില്ല, എനിക്ക് ദേഷ്യം വേണ്ട വേണ്ട വേണ്ട. ഇത് ദേഷ്യത്തോടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. അങ്ങനെ ദേഷ്യം മാറത്തില്ല. ദേഷ്യം മാറണമെങ്കിൽ ഒരു കൗണ്ടർ ഫോഴ്സ് വളർത്തണം. കൗണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ എതിർദിശയിലുള്ള ഒരു ശക്തി നമ്മൾ വളർത്തണം. ആ ശക്തി നമ്മളിൽ വളർന്നു കഴിയുമ്പോൾ ഈ ശക്തിക്ക് കുറവുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ദേഷ്യഭാവം വളരുമ്പോൾ അത് പോകട്ടെ 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 എന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നതിന് പകരം നമ്മളിൽ ഒരു കൗണ്ടർ ഫോഴ്സായിട്ട് സ്നേഹത്തെ വളർത്തിയാൽ ദേഷ്യത്തിന് തന്നെ ശമനമുണ്ടാകും. ദേഷ്യത്തെ അല്ല നമ്മൾ ഇല്ലാതാക്കേണ്ടത്, അതിന് എതിർദിശയിലുള്ള സ്നേഹത്തെ വളർത്തുക ചെയ്യേണ്ടത്. ഒരു കൗണ്ടർ ഫോഴ്സ്, നമ്മുടെ ദൈവശക്തി നമ്മളിൽ വളർന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളുടെയും മേലുള്ള നിയന്ത്രണം നമുക്ക് കിട്ടും. പല കാര്യങ്ങളുടെയും മേൽ നിയന്ത്രണം വരട്ടെ 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 എന്ന് പറഞ്ഞാൽ നിയന്ത്രണം കിട്ടത്തില്ല. എന്നാൽ മറുഭാഗത്ത് ദൈവശക്തി ഒരു കൗണ്ടർ ഫോഴ്സായിട്ട് നമ്മളിൽ വളരുകയാണെങ്കിൽ, ദൈവസ്നേഹം ഒരു കൗണ്ടർ ഫോഴ്സായിട്ട് നമ്മളിൽ വളരുകയാണെങ്കിൽ, നമ്മളിലുള്ള ഈ ദേഷ്യവും അതുപോലെയുള്ള നെഗറ്റീവ് ഫീലിങ്സും ഒരു പരിധിവരെ അതിജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. ദേഷ്യം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സംഗതിയാണ്. ദേഷ്യം നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന സംഗതിയാണ്. ദേഷ്യം നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്ന സംഗതിയാണ്. ദേഷ്യം വളരെ ദോഷകരമായി തീരാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവമായ ദേഷ്യം അത് ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ വളർന്നാൽ അതിന്മേലുള്ള വിജയം നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ദോഷകരമായിട്ട് നമുക്ക് ഭവിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ കോപിച്ചാൽ നേരം ഇരുട്ടുന്നതിന് മുൻപ് ആ കോപത്തെ നീ കൈകാര്യം ചെയ്തിരിക്കണം. ഈ ഒരു ഉൾക്കാഴ്ച തീർച്ചയായിട്ടും നമ്മളിലുള്ള നെഗറ്റീവ് ഫീലിങ്സിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.